പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഇപ്പോൾ ഈ ലോകത്തിൻ്റെ തിരക്കുകളും ഭാരങ്ങളും ഒരു നിമിഷം മാറ്റിവെച്ച് ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദിവ്യകാരുണ്യത്തിൽ സാക്ഷാൽ സന്നിഹിതനായ ഈശോ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനും നമ്മുടെ കണ്ണുനീർ തുടയ്ക്കാനും നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കാനും അസാധ്യമായ കാര്യങ്ങൾ പോലും സാധ്യമാക്കാനും വരുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ഓരോരുത്തരും നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും കുടുംബ പ്രശ്നങ്ങളും ഈശോയുടെ തിരുപ്പാദങ്ങളിൽ സമർപ്പിക്കുക. പൂർണ്ണ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. കാരണം കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. 31 ദിവസം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് ഈശോയുടെ തിരുസന്നിധിയിൽ നിന്നും നമുക്ക് അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. 9-ാം ദിവസം വിശുദ്ധ യോഹന്നാൻ പറയുന്നു, സ്വർണ്ണ നിർമ്മിതമായ 7 ദീപപീഠങ്ങൾ ഞാൻ കണ്ടു. ദീപപീഠങ്ങളുടെ മധ്യേ മനുഷ്യപുത്രനെ പോലുള്ള ഒരുവൻ. അവന് പാദം വരെ നീണ്ടുകിടക്കുന്ന മേലങ്കി, മാറോടടുത്ത് സ്വർണം കൊണ്ടുള്ള ഇടക്കച്ച. വെളിപാട് 1:13. അൾത്താരയിൽ പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന ഈശോയെക്കുറിച്ചും നമുക്കിതുപോലെ ചിന്തിക്കാം. അവിടുത്തെ ഹൃദയത്തിൽ സ്നേഹപൂർവം നമ്മിൽ വർഷിക്കുവാനുള്ള കൃപാവരങ്ങൾ നിറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ തൻ്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പാല് കൊടുക്കുന്ന ഒരമ്മയോട് നമുക്ക് അവിടുത്തെ ഉപമിക്കാം. നിന്നെ അവൾ പാലൂട്ടുകയും എളിയിൽ എടുത്തുകൊണ്ട് നടക്കുകയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്യും. യേശയ്യ 66:12. കൈ നിറയെ കൃപാവരങ്ങളുമായി അത് സ്വീകരിക്കുവാൻ ആരെങ്കിലുമുണ്ടോ എന്നന്വേഷിക്കുന്ന ഈശോയെ ആൽവാരസ് എന്ന വൈദികൻ കാണുകയുണ്ടായി. അമ്മയുടെ മുലപ്പാൽ നുകരാൻ കൊതിക്കുന്ന ഒരു കുഞ്ഞിനെ പോലെയാണ് താൻ ദിവ്യകാരുണ്യനാഥൻ്റെ പക്കലേക്ക് പോയിരുന്നതെന്ന് സിയന്നായിലെ വിശുദ്ധ കാതറിൻ പറയുന്നു. നിത്യപിതാവിൻ്റെ ഏകജാതനായ ഈശോയെ, അങ്ങാണ് സ്നേഹത്തിന് ഏറ്റവും യോഗ്യനായവൻ എന്ന് ഞാൻ അറിയുന്നു. അങ്ങ് അർഹിക്കുന്ന വിധത്തിൽ എനിക്ക് അങ്ങയെ സ്നേഹിക്കണം. ഒരാത്മാവിന് എത്രമാത്രം അങ്ങയെ സ്നേഹിക്കാൻ സാധിക്കുമോ അത്രമാത്രം എനിക്ക് അങ്ങയെ സ്നേഹിക്കണം. അങ്ങയെ ഒറ്റിക്കൊടുക്കുകയും അങ്ങയുടെ സ്നേഹത്തെ എതിർക്കുകയും ചെയ്യുന്ന ഞാൻ അങ്ങയെ സ്നേഹിക്കുവാൻ യോഗ്യയല്ലെന്നും ഇപ്പോൾ ഞാൻ ആയിരിക്കുന്നത് പോലെ ഈ ദേവാലയത്തിൽ അങ്ങയോട് ഇത്ര അടുത്തായിരിക്കുവാൻ എനിക്ക് അർഹതയില്ലെന്നും എനിക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും എൻ്റെ സ്നേഹം അങ്ങയ്ക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ കുഞ്ഞെ, നിന്റെ ഹൃദയം എനിക്ക് തരിക. സുഭാഷിതങ്ങൾ 23:26 എന്ന് അവിടുന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക. നിയമാവർത്തനം 6:5. എൻ്റെ സ്നേഹം അങ്ങയ്ക്ക് വേണ്ടതുകൊണ്ടാണ് അവിടുന്ന് എൻ്റെ ജീവനെ കാത്തു സൂക്ഷിച്ചതെന്നും നരകത്തിലേക്ക് തള്ളാതിരുന്നതെന്നും ഞാൻ അറിയുന്നു. പാപിയായ എന്നാൽ പോലും സ്നേഹിക്കപ്പെടുവാൻ നീ അഭിലഷിക്കുന്നതുകൊണ്ട് ഈശോയെ, എൻ്റെ മനസ്സിനെയും ഹൃദയത്തെയും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു. പൂർണ്ണ സ്നേഹവും പൂർണ്ണ നന്മയുമായ ദൈവമേ, എൻ്റെ എളിയ ഹൃദയത്തിൻ്റെ യജമാനനും രാജാവുമായി ഞാൻ അങ്ങയെ തിരഞ്ഞെടുക്കുന്നു. അങ്ങ് ആവശ്യപ്പെടുന്നത് പോലെ എൻ്റെ ഹൃദയം അങ്ങേക്ക് തരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് നിർജീവവും അറപ്പുളവാക്കുന്നതുമാണെങ്കിലും എന്നിൽ നിന്ന് അങ്ങ് അതെടുക്കുകയാണെങ്കിൽ അങ്ങേക്കതിനെ മാറ്റുവാൻ കഴിയും. കർത്താവെ, അവിടുന്ന് എന്നെ മാറ്റുക, എന്നെ സഹായിക്കുക. എന്നെ അതിയായി സ്നേഹിക്കുകയും അനന്ത സ്നേഹം അർഹിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ അനന്ത നന്മയ്ക്കു പകരമായി എൻ്റെ കഴിഞ്ഞ കാലത്തിൻ്റേതുപോലെ നിസ്സാരമായി സ്നേഹിക്കുവാനും അങ്ങയോട് കൃതജ്ഞത പുലർത്തുവാനും എനിക്കിനി സാധിക്കില്ല. അങ്ങയ്ക്ക് നൽകാൻ കഴിയാതിരുന്ന സ്നേഹം മുഴുവനും തിരിച്ചു നൽകുവാൻ ഇന്നു മുതൽ അവിടുന്ന് എന്നെ സഹായിക്കുക.
സുഹൃത ജപം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കും. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണം. എൻ്റെ ഈശോയെ, അങ്ങ് പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും അങ്ങ് എൻ്റെ ആത്മാവിലേക്ക് എഴുന്നള്ളി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകാരുണ്യത്തിലൂടെ ഇപ്പോൾ എന്നിലേക്ക് കടന്നു വരുവാൻ അങ്ങേക്ക് കഴിയാത്തതിനാൽ അരൂപിയിലെങ്കിലും അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ. ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളി വന്നാൽ എന്ന പോലെ ഞാൻ അങ്ങയെ സ്വീകരിക്കുകയും എന്നെ പൂർണ്ണമായി അങ്ങയോട് ഐക്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നും അങ്ങയോടുള്ള ഐക്യത്തിൽ എന്നെ സൂക്ഷിക്കണമേ. മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ പോലെ തന്നെയാണ് അവിടുത്തെ അമ്മ മറിയവും. ഏറ്റവും ആവശ്യമുള്ളവരെ സഹായിക്കാനും ആശ്വസിപ്പിക്കാനും സാധിക്കുമ്പോൾ കരുണയുടെ മാതാവ് എന്ന നിലയിൽ അവൾ ആഹ്ലാദിക്കുന്നു. എല്ലാവർക്കും കൃപാവരങ്ങൾ നൽകുവാനുള്ള അവളുടെ ആഗ്രഹം വളരെ ശക്തമാണെന്ന് ബെർണഡിൻ ദി ബെസ്റ്റിസ് പറയുന്നു. കൃപാവരങ്ങളും അനുഗ്രഹങ്ങളും സ്വീകരിക്കുവാൻ നിനക്കുള്ള താല്പര്യത്തെക്കാൾ അധികമാണ് അവ വർഷിക്കുവാനുള്ള മാതാവിൻ്റെ ആഗ്രഹം. സുഹൃത ജപം. മറിയമേ, ഞങ്ങളുടെ പ്രത്യാശയെ നിനക്ക് സ്തുതി. മറിയമേ, ഞങ്ങളുടെ പ്രത്യാശയെ നിനക്ക് സ്തുതി. മറിയമേ, ഞങ്ങളുടെ പ്രത്യാശയെ നിനക്ക് സ്തുതി. ഈശോയുടെ തിരുനാമത്തിൻ്റെ ലുത്തിനിയ നമുക്ക് ചൊല്ലാം. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഭൂലോകരക്ഷകനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ തൃത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യപിതാവിൻ്റെ പ്രഭയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മഹത്വത്തിൻ്റെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീതി സൂര്യനായിരിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ തിരുക്കുമാരനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്നേഹത്തിന് ഏറ്റവും യോഗ്യമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അത്ഭുതത്തിന് വിഷയമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വരാനിരിക്കുന്ന ലോകത്തിൻ്റെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ശ്രേഷ്ഠമായ ഉപദേശത്തിൻ്റെ ദൂതനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ശക്തനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും ക്ഷമയുള്ളവനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏറ്റവും അനുസരണമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചര്യത്തെ സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സ്നേഹനിധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആയുസ്സിനു കാരണമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സമാധാനത്തിൻ്റെ ദൈവമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യങ്ങൾക്കും മാതൃക ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആത്മാക്കളെ അധികമായി സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സങ്കേതമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദരിദ്രരുടെ പിതാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വിശ്വാസികളുടെ നിക്ഷേപമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നല്ല ഇടയനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സത്യപ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യജ്ഞാനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യനന്മകളുടെ നികേതനമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവനും വഴിയും സത്യവുമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മാലാഖമാരുടെ സന്തോഷമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
പൂർവപിതാക്കന്മാരുടെ രാജാവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദീർഘദർശികൾക്ക് ജ്ഞാനം പകരുന്ന ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്ലീഹന്മാരുടെ ഗുരുവായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സുവിശേഷകർക്ക് ആചാര്യനായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വന്ദകന്മാരുടെ പ്രകാശമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ബ്രഹ്മചാരികളുടെ പരിശുദ്ധിയായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകല പുണ്യവാന്മാരുടെയും കിരീടമായ ഈശോയെ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണമേ. ദയാപരനായ കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന നീ കേൾക്കണമേ. സകല പാപങ്ങളിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കോപത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. പിശാചിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. മോഹാഗ്നിയിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. എന്നേക്കുമുള്ള മരണത്തിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങൾക്ക് അങ്ങ് തരുന്ന നല്ല പ്രേരണകളോടുള്ള ഞങ്ങളുടെ ഉദാസീനതയിൽ നിന്ന് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ മനുഷ്യാവതാരത്തിന്റെ പരമരഹസ്യത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ പിറവിയെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ബാല്യപ്രായത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ചേതനാധാരത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഠിനാധ്വാനത്തെക്കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ദുഃഖങ്ങളെയും രക്തവിയർപ്പിനെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ കുരിശിനെയും അങ്ങ് അനുഭവിച്ച പരിത്യക്തതയെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ തിരുമരണത്തെയും സംസ്കാരത്തെയും കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. മഹിമ പ്രതാപത്തോടെയുള്ള അങ്ങ് ഉയർപ്പിനെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അത്ഭുതകരമായ അങ്ങേ സ്വർഗാരോഹണത്തെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. വിശുദ്ധ കുർബാന സ്ഥാപിച്ചതിനെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങേ ആനന്ദത്തെ കുറിച്ച് കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. അങ്ങ് മഹിമ പ്രതാപത്തോടുകൂടി എഴുന്നള്ളി വരുവാനിരിക്കുന്ന വിധി ദിവസത്തിൽ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോക പാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മരിയാട്ടിൻ കുട്ടിയായിരിക്കുന്ന ഈശോയെ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. യേശുവേ, കാരുണ്യപൂർവം ഞങ്ങളെ ശ്രവിക്കണമേ. പ്രാർത്ഥിക്കാം. ഓ കർത്താവായ യേശുവേ, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയുടെ ദിവ്യ സ്നേഹം നൽകണമേ. ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ സ്നേഹിക്കുന്നതിനും ഞങ്ങളുടെ എല്ലാ പ്രവർത്തികളും വ്യാപാരങ്ങളും കൊണ്ട് അങ്ങയെ അവിരാമം മഹത്വപ്പെടുത്തുന്നതിനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങേ തിരുനാമത്തോട് നിരന്തരമായ ഭയഭക്തി ഞങ്ങൾക്ക് നൽകണമേ. അവിടുത്തെ സ്നേഹം അങ്ങ് ശാശ്വതമായി സ്ഥാപിച്ചിട്ടുള്ള ഹൃദയങ്ങളെ ഭരിക്കുവാൻ ഒരിക്കലും വിമുഖത കാണിക്കാത്ത, നിത്യം ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന യേശുവേ, ആമേൻ.